ഹായ് നമസ്കാരം. കൊല്ലം കുണ്ടറയിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മരുന്ന് മാറി നൽകിയതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഫാർമസിസ്റ്റ് അല്ല ആ മരുന്ന് വിതരണം നടത്തിയിട്ടുള്ളത്, വേറൊരു ആരോഗ്യ പ്രവർത്തകരാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വാർത്ത നമുക്ക് കാണാം. കൊല്ലം കുണ്ടറ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വയോധികയ്ക്ക് മരുന്ന് മാറി നൽകിയതായി പരാതി. വെള്ളിമൺ കുളമട സ്വദേശി സുകേഷിനി അമ്മയ്ക്കാണ് മരുന്ന് മാറി നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് രക്തസമ്മർദ്ദത്തിന് ചികിത്സ തേടി 75 വയസ്സുകാരി സുകേശിനി അമ്മ വെള്ളിമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. എന്നാൽ ഇതിനുള്ള മരുന്നിനു പകരം മാനസിക രോഗത്തിന് നൽകുന്ന മരുന്ന് മാറി നൽകിയെന്നാണ് പരാതി. ഈ സമയം ഫാർമസിസ്റ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ലെന്നും മറ്റൊരു ജീവനക്കാരനാണ് മരുന്ന് നൽകിയതെന്നും ഇവർ പറയുന്നു. മാറി നൽകിയ മരുന്ന് കഴിച്ച് ഇവർ സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിപ്പോൾ ഗവൺമെൻറ് സ്ഥാപനത്തിലായതുകൊണ്ട് പ്രതിഷേധിക്കാൻ ആളുകളായി, ന്യൂസായി, എല്ലാം ആയി. ഇത് കേരളത്തിലുള്ള മരുന്ന് വിതരണ മേഖലയിൽ, പ്രൈവറ്റ് മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതെന്തുകൊണ്ട്? അത് അയോഗ്യരായ ആളുകൾ, ഫാർമസിസ്റ്റ് അല്ലാത്ത ആളുകൾ മരുന്ന് കൈകാര്യം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഫാർമസിസ്റ്റ് അല്ലാത്തവർ മരുന്ന് വിതരണം നടത്തുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് സെക്ടർ മൊത്തം, മെഡിക്കൽ ഷോപ്പുകളായിക്കോട്ടെ, ക്ലിനിക്കുകളായിക്കോട്ടെ, ഹോസ്പിറ്റലുകളായിക്കോട്ടെ, ഇവിടെയൊക്കെ മരുന്ന് രോഗികൾക്ക് കൃത്യമായ ഡയറക്ഷൻ പറഞ്ഞു കൊടുത്തിട്ടല്ല മരുന്ന് കഴിക്കാൻ പറയുന്നത്. ഡോക്ടർ എഴുതി ചീട്ട് എത്ര നേരമാണെന്ന് നോക്കി കവറിൽ എഴുതി തിരിച്ചു കൊടുക്കും. അതിൽ മാറിപ്പോയാലും പിന്നെ പ്രൈവറ്റ് മേഖലയിലുള്ള ഈ മാറിപ്പോക്ക് പലതും എവിടെയാണോ വിഷയം ഉണ്ടായത് അതൊക്കെ ആ വീട്ടിൽ പോയി സംസാരിച്ച്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും സംസാരിച്ച് പൈസ കൊടുത്ത് ഒതുക്കി പോകുന്നൊരു സംഭവമാണ്. ഇങ്ങനെ ഒതുക്കി പോകുക എന്നല്ലാതെ അത് യോഗ്യരായവരെ ജോലിക്ക് നിർത്തി ബിഫാമും ഡിഫാമും ഫാം ഡിയും ഒക്കെ കഴിഞ്ഞ ഫാർമസിസ്റ്റുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. ഇവരെയൊന്നും ജോലിക്ക് നിർത്താതെ ഏതെങ്കിലും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇംഗ്ലീഷ് മാത്രം വായിക്കലാണ് യോഗ്യത എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് മരുന്ന് വിതരണം നടത്തുന്ന സെൻറ്ററുകളാണുള്ളത്. ഇത് കേരളത്തിൻ്റെ ഡ്രഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ആരോഗ്യ മേഖല കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും ശ്രദ്ധയും ഈ വിഷയത്തിൽ കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഫാർമ ഫെഡ് പോലെയുള്ള സംഘടന നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള വാർത്തകൾ ഗവൺമെൻറ് ആയിക്കോട്ടെ, അർദ്ധ സർക്കാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയായിക്കോട്ടെ, ഇവിടെയൊക്കെ യോഗ്യരായ ആളുകൾ മരുന്ന് രോഗികൾക്ക് നൽകുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ വരട്ടെ. പൊതുജനങ്ങളും അതേപോലെ തന്നെ മരുന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് മരുന്ന് തരുന്നത് ഇത് യോഗ്യതപ്പെട്ട ഒരാളാണ് എന്ന ഒരു തിരിച്ചറിവ് കൊണ്ടുവരാൻ, അവരോട് വാങ്ങണമെന്നുള്ളൊരു തിരിച്ചറിവിലൂടെ അവരെ കയ്യിൽ നിന്ന് തന്നെ മരുന്ന് വാങ്ങി കഴിക്കാനുള്ള ഒരു തീരുമാനം പൊതുജനങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇത്തരം വിഷയങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും.